നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി വസ്തുക്കൾക്കെതിരെ ജനമനസാക്ഷി ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണിതെന്ന് ഷാഫി പറമ്പിൽ എം പി. KPSTA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വടകരയിൽ നടന്ന ലഹരിമുക്ത നാടിനായി ഒരുമിക്കാം ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും ലഹരിക്കെതിരെ കൃത്യമായൊരു നിലപാടാണ് ഷാഫി പറമ്പിൽ എം പി സ്വീകരിച്ചിരിക്കുന്നത്. ജനമനസാക്ഷി അതിനെതിരെ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്, അതിനുള്ള സമയമാണ് ഇത് എന്ന് ഷാഫി പറമ്പിൽ വടകരയിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ അതിനിടയിൽ വടകരയിൽ അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി പുറത്താക്കിയതിനു പിന്നാലെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ആ ചോദ്യം ചോദിക്കുകയാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ആരാണ് പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്ന്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധതയെ അറിയിച്ച് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ രംഗത്തെത്തിയിരുന്നു. മത്സരിക്കാൻ താനോ ഷാഫി പറമ്പിലോ മറ്റു കോൺഗ്രസ്കാരോ അയോഗ്യരല്ല എന്ന് തങ്കപ്പൻ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം KPCC അറിയിക്കുമെന്നായിരുന്നു തങ്കപ്പൻ്റെ പ്രതികരണം. മാത്രമല്ല, ഈ ഷാഫി പറമ്പിൽ മത്സരിക്കുമോ ആ സ്ഥാനത്തേക്ക്, അദ്ദേഹം ഇറങ്ങുമോ ആ സ്ഥാനത്തേക്ക് എന്ന ചോദ്യത്തിന് ഷാഫി പറമ്പിൽ തന്നെ ഉത്തരം നൽകിയിരിക്കുന്നു. പാലക്കാട് അടുത്ത സ്ഥാനാർത്ഥി ആരാണെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടില്ല. താൻ എന്തായാലും വടകരയിൽ തന്നെ കാണുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ പിണറായി വിജയനെതിരെ ഷാഫി ധർമ്മടത്ത് മത്സരിക്കാൻ ഇറങ്ങണമെന്ന ആവശ്യം ശക്തമാണ്. അങ്ങനെയെങ്കിൽ പിണറായി ഷാഫി പോരാട്ടം നമ്മൾ കാണേണ്ടി വരുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അത്തരത്തിലെന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യവും ശക്തമാണ്. അതേസമയം ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച് CPMന്റെ ഒരു നിലപാട് ഇപ്രകാരമാണ്. ഈ വടകരയിൽ ഷാഫി പറമ്പിൽ ഫാക്ടർ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ലെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് പറഞ്ഞ വാക്കുകൾ ഈ ഒരു ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. UDFന് വടകരയിൽ 1.5 ലക്ഷം വോട്ട് നഷ്ടമാവുകയാണ് ചെയ്തത്. തിരഞ്ഞെടുപ്പിൽ UDF രഹസ്യമായി BJPയെ കൂട്ടുപിടിച്ചു. BJP ഏറ്റവും കൂടുതൽ എതിർക്കുന്ന CPM ഇവരെ വാർഡ് വിഭജനത്തിൽ സഹായിച്ചുവെന്ന കോൺഗ്രസ് ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മെഹബൂബ് പറഞ്ഞു. BJPയെ രാജ്യത്ത് എതിർക്കുന്ന ഏക പ്രസ്ഥാനം CPMഉം ഇടതുപക്ഷവുമാണ്. BJPയുടെ നയങ്ങളെ പല്ലും നഖവും ശക്തമായി എതിർക്കുന്ന ഞങ്ങളാണ്. ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ജീവൻ കൊടുത്ത് നിലനിർത്തിയത് ഇടതുപക്ഷമാണ്. ഈ തിരഞ്ഞെടുപ്പിൽ UDF കേന്ദ്ര നയങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടോ എന്നും BJP വേദനിപ്പിക്കുന്ന സംസാരം നടത്തിയിട്ടില്ല എന്നും BJP UDFും ഒരേ പ്രചാരണമാണ് നടത്തിയതെന്നും ശബരിമലയ്ക്കെതിരെയുള്ള പാട്ടുകൾ ഒരേ സ്ഥലത്ത് നിന്ന് കാസറ്റ് ചെയ്തതാണ് എടുത്തതെന്നും മെഹബൂബ് വ്യക്തമാക്കി. അതേസമയം എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങളൊക്കെ ശക്തമാവുകയാണ്. അതിനുള്ള ഒരു കച്ചമുറുക്കുക ആ ഒരു കാര്യങ്ങളൊക്കെ സജ്ജമാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതാണ് പാർട്ടിയെന്നും ലക്ഷ്യം 2026 തന്നെയെന്നും ഫേസ്ബുക്കിൽ ഷാഫി പറമ്പിൽ കുറിച്ചതും ഈ ഇടയ്ക്ക് വാർത്തയായി. കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അടിപിടിയാണെന്ന CPM പ്രചാരണത്തിനിടെയായിരുന്നു നേതാക്കൾ ഒരുമിച്ചുള്ള ബത്തേരിയിൽ നടന്ന ക്യാമ്പിലെ ഫോട്ടോ പങ്കിട്ട് ഷാഫി പറമ്പിൽ ഇതാണ് കോൺഗ്രസ് ലക്ഷ്യം 2026 എന്ന് പറഞ്ഞത്. KPCC ലീഡർഷിപ്പ് സമ്മിറ്റ് സമാപനത്തോടടുക്കുകയാണ്. സംഘടനയുടെ കരുത്തും സംസ്ഥാനത്തിന്റെ വളർച്ചയും ഉറപ്പുവരുത്തുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഒരുമിച്ചിറങ്ങാമെന്നും ഷാഫി പറമ്പിൽ കുറിച്ചു. അതേസമയം ശശി തരൂരിനെയും പാർട്ടിയിലേക്ക് എത്തിച്ചാണ് നിയമസഭ പിടിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. പ്രത്യേകിച്ച് ശശി തരൂർ ഇത്തിരി വിട്ടു നിന്നിരുന്നു. അതായത് കോൺഗ്രസിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നു, മോദിയെ പ്രശംസിക്കുന്നു. ശശി തരൂർ ഇപ്പോൾ BJPയിലേക്ക് പോകുമെന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനമൊക്കെ അല്ലെങ്കിൽ ഒരു സാഹചര്യമൊക്കെ ഒരുങ്ങി വരുന്നു. പക്ഷേ ശശി തരൂരിനെയും പാർട്ടിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നത് വലിയൊരു വിജയമാണ്. ബത്തേരിയിൽ നടന്ന ക്യാമ്പിലാണ് ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പായത്. CPMനും BJPക്കുമെതിരെ സമരം ശക്തമാക്കാനും ബത്തേരി ക്യാമ്പിൽ തീരുമാനമായി. CPM നേതാവ് AK ബാലന്റെ പ്രസ്താവനയിൽ ഷാഫി പറമ്പിൽ പ്രതികരിച്ചതും ഏറ്റവും ശ്രദ്ധേയമാണ്. BJP പോലും പറയാൻ മുതിരാത്ത പ്രസ്താവനയാണ് AK ബാലൻ നടത്തിയതെന്നും ഇതിനെല്ലാമുള്ള ഉത്തരം തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. കേരളത്തിൽ അനിവാര്യമായ മാറ്റമുണ്ടാകും. വിഴിഞ്ഞത്ത് UDF സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുഴുവൻ ഉണ്ടായ UDF തരംഗം ഇവിടെയും ആവർത്തിക്കുമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. MPമാർ മത്സരിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നിട്ടില്ല. കോൺഗ്രസ് UDF പ്രവർത്തകരാരും നേതാക്കൾക്കെതിരെ പോസ്റ്റർ ഒട്ടിക്കില്ല എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു.
മുല്ലപ്പള്ളിക്കെതിരായ പോസ്റ്ററിലാണ് പ്രതികരണമുണ്ടായത്. ആന്റണി രാജുവിനെതിരായ കോടതി വിധിയിലും പ്രതികരണമുണ്ടായി. ഇനി ആരോപണമില്ല, കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി. ലഹരിക്കേസിലാണ് തെളിവ് നശിപ്പിച്ചതെന്നും ഇനിയെങ്കിലും നടപടിയെടുക്കാൻ ഇടത് മുന്നണി തയ്യാറാകണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. രാഹുൽ വിഷയത്തിൽ ഇനി കോൺഗ്രസ് ഒന്നും ചെയ്യാനില്ല. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് അതാണ്, അതുകൊണ്ട് ആ വിഷയത്തിൽ ഇതൊന്നും പറയാനില്ല എന്നാണ് ഷാഫി പറമ്പിലിന്റെ നിലപാട്. തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDFന് ഗംഭീര വിജയം സമ്മാനിച്ച ജനങ്ങളോട് ഐക്യജനാധിപത്യ മുന്നണിയിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെ പേരിൽ നന്ദി അറിയിക്കുന്നുവെന്ന് ഷാഫി പറമ്പിൽ MP അറിയിച്ചിരുന്നു. ഈ വിജയത്തിൽ തെല്ലും അഹങ്കരിക്കാതെ ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനും അവർ ആഗ്രഹിക്കുന്ന തലത്തിൽ പ്രവർത്തിക്കാനും സന്നദ്ധരാണെന്നും ഷാഫി പറമ്പിൽ MP അറിയിച്ചു. LDFനുണ്ടായ പരാജയത്തിൽ ഷാഫി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. കേരളത്തിലെ ജനങ്ങൾ സർക്കാരിനെ നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഇടതു കോട്ടകളെയും പൊളിച്ചെഴുതി എല്ലാ മേൽക്കോയ്മയെ അവസാനിപ്പിച്ച് എല്ലാ കള്ളസഖ്യങ്ങളെയും തുറന്നു കാണിച്ചാണ് ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDFനൊപ്പം നിന്നിട്ടുള്ളത്. ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ വിധിയെഴുത്താണെന്ന് പറയാതിരിക്കാനാകില്ല എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പിണറായി വിജയനും അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരിനുമെതിരായ വിധിയെഴുത്താണിത്. എല്ലാ തിരഞ്ഞെടുപ്പും സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് പോലും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സർക്കാരിനുമെതിരായ കേരളത്തിൽ ജനങ്ങളുടെ അതിശക്തമായ വിധിയെഴുത്താണ് സംസ്ഥാനത്തുണ്ടായിട്ടുള്ളതെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. 504-ലധികം പഞ്ചായത്തുകളിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 54-ലധികം മുനിസിപ്പാലിറ്റികൾ UDFനാണ്. CPMന്റെ കുത്തകയായിരുന്ന കോർപ്പറേഷനുകൾ പോലും പൊളിച്ചെഴുതുന്ന തരത്തിലുള്ള ഒരു വിധിയെഴുത്ത്. കോഴിക്കോട് പോലും അവസാനത്തെ ചിരി നമ്മുടേതായിരിക്കുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ നോക്കിയാൽ അടപടലം ഇവർ പരാജയപ്പെട്ടിരിക്കുകയാണെന്നും ഷാഫി പറമ്പിലിന്റെ വിമർശനം. അധികാരത്തിലിരിക്കുന്നവരുടേതിനേക്കാൾ വലിയ ശക്തി ജനങ്ങളുടേതാണെന്ന് അവരെയും ഞങ്ങളെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പ് ഫലമാണിതെന്നും ജനാധിപത്യത്തിലെ ഉടയോൻ ജനങ്ങൾ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ബോധ്യപ്പെടുത്തുന്ന ഫലമാണിതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.